രണ്ടോ അതിലധികമോ ആളുകളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡ് മാജിക്കാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ ഒരു സമയം ഒരാൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ എന്നൊരു പ്രത്യേകതയും ഈ മാജിക്കിനുണ്ട്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കൈവശം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതിയ 21 കാർഡുകളുണ്ട്. ഈ 21 കാർഡുകൾ ഞാൻ ഇവിടെ 3 സ്ഥലത്തായിട്ട് ഇടും. അപ്പോൾ ഒരു കൂട്ടത്തിൽ 7 കാർഡുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അക്ഷരം മനസ്സിൽ വിചാരിക്കുകയും അത് ഈ കാർഡിൽ എഴുതുകയും ഞാൻ കാണാതെ മറച്ചു വയ്ക്കുകയും വേണം. ഏത് കൂട്ടത്തിലാണ് അത് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൂട്ടം മാത്രം പറയുക, അക്ഷരം പറയരുത്. അങ്ങനെ 3 തവണ ഞാൻ ഇടും. 3 തവണ ഇടുമ്പോഴും ആ ഉദ്ദേശിച്ച് രഹസ്യമായിട്ട് എഴുതി വെച്ച അക്ഷരം ഏത് കൂട്ടത്തിലെന്ന് മാത്രം പറയുക. ഞാൻ 4ാമത് തവണ ഉദ്ദേശിച്ച അക്ഷരം ഇവിടേക്ക് എടുത്തു വയ്ക്കുമ്പോൾ ആ രഹസ്യമായിട്ട് എഴുതിയ കാർഡും എടുത്തു വയ്ക്കുക. മാജിക്ക് നമുക്ക് തുടങ്ങാം. ഇടുന്നതിനകത്ത് ഉദ്ദേശിച്ചോണമേ. ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നിന്ന് ഒരക്ഷരം മനസ്സിൽ വിചാരിക്കുക, അത് ആ കാർഡിലോട്ട് എഴുതുക. ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുകയാണ്. എഴുതിയെന്ന് പറയുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എഴുതിയോ? എഴുതുന്നേ ഉള്ളൂ. എഴുതി. അത് മാറ്റി വയ്ക്കുക. ഏത് കൂട്ടത്തിലാണ്? വീണ്ടും ഇടുന്നു. ആ അക്ഷരം തന്നെ ഏത് കൂട്ടത്തിലാണെന്ന് വീണ്ടും പറയുക. ഏത് കൂട്ടത്തിലാണ്? വീണ്ടും ഇടുന്നു. അത് ഏത് കൂട്ടത്തിലാണെന്ന് വീണ്ടും പറയുക. ഏത് കൂട്ടത്തിലാണ്? ഇനി ഞാൻ ഉദ്ദേശിച്ച കാർഡാണ് എടുത്തിടാൻ പോകുന്നത്. ഇട്ട് കഴിയുമ്പോൾ രഹസ്യമായിട്ട് എഴുതി വെച്ചിരുന്ന കാർഡും ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കണം. ഞാൻ എടുത്തു വെച്ച കാർഡും മനസ്സിൽ വിചാരിച്ചിരുന്ന കാർഡും ഒന്ന് തന്നെയാണ്. മാജിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ മാജിക്കിൻ്റെ രഹസ്യം അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.